അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടർ റീവൈൻഡ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ആയിട്ട് കമ്പനി പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ബാറ്ററി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മളിവിടെ എന്ന് വെച്ചാൽ ഓരോ സെല്ല് ഏതൊക്കെ സെല്ലാണ് വീക്ക് ആയതല്ല ഏതൊക്കെ സെല്ലാണ് മാറ്റുന്നത് അത് മാറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോട്ടോർ കൺട്രോൾ യൂണിറ്റ്, VCU എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോർഡുകളൊക്കെ നമുക്ക് റിപ്പയർ സൊല്യൂഷൻ ഉണ്ട്. റീഫബ് ചെയ്ത ഷോക്കുകൾ നമ്മൾ അവൈലബിൾ ആണ്. അങ്ങനെ വന്നാൽ നമുക്കൊരു 3,500 വരുള്ളൂ. അതായത് 6,500 വരുന്ന ഒരു സാധനം നമുക്ക് ഇത്രയും പ്രൈസ്. അതാണ് നമ്മൾ ഹാഫ് ഓർ ബിലോ ഹാഫ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനവും വിത്ത് ലേബറാണ്. നമ്മൾ ലേബറിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നൊന്നുമില്ല. ഷാഹിൽ ബ്രോ നമസ്കാരം. നമസ്കാരം. പുതിയ ഷോപ്പെല്ലാം തുടങ്ങിയിട്ട് വോൾട്ടിഫൈ അല്ലേ? വോൾട്ടിഫൈ. ഇത് എവിടെയാ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാ? ആനക്കുഴിക്കര ആണ്. അതായത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കര. എക്സാക്ട് ആനക്കുഴിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒന്നുകൂടി ആൾക്കാർക്ക് കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞാലായിരിക്കും അറിയാം. പിന്നെ പുതിയ സ്ഥാപനമല്ല. അതായത് നമ്മളിപ്പോൾ ഇനാഗുറേഷൻ എന്ന് ചെയ്തെന്നുള്ളൂ. നമ്മളൊരു അറൗണ്ട് 1 ഇയർ ഒരു 11 മന്ത്സോളം നമ്മളിത് കംപ്ലീറ്റ്ലി റൺ ചെയ്തതാണ്. നമ്മളെ മീഡിയ വണ്ണിൻ്റെ അതായത് 6 മൈലിലായിരുന്നു. അവിടെ 11 മന്ത്സ് റൺ ചെയ്ത് സക്സസ്ഫുൾ ആയപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്താണ്. ഒന്നുകൂടി വലിയ രീതിയിലേക്ക് കസ്റ്റമറിന് ഒരു ലോഞ്ച് സൗകര്യം, ഓഫീസ്, കുറച്ചുകൂടി ഒരു അറ്റ് എ ടൈം ഒരു 30 വെഹിക്കിൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു എക്സ്പാൻഷൻ ചെയ്തതാണ്. അതായത് ഓലയുടെ കസ്റ്റമേഴ്സിന് ഒരു പുതിയ എക്സ്പീരിയൻസ് അതെ. ഓലയുടെ കസ്റ്റമറിന് കിട്ടാതെ ആ ഒരു ട്രീറ്റ് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ കോ ഫൗണ്ടർ, ഞാനും പുള്ളിയാണ്. പുള്ളി ഒലയിലെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സ്റ്റാഫാണ്. അതായത് അന്ന് ഒലയിൽ മൊത്തത്തിൽ 4 സ്റ്റാഫുള്ളൂ. അപ്പോൾ ആ ലെവലിൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയ, ട്രെയിനിങ് ഒക്കെ കിട്ടിയ സ്റ്റാഫാണ്. റിഫാദ് എന്നാണ് പേര്. പുള്ളി ഒരുവിധം കേരളത്തിൽ എല്ലാവർക്കും അറിയുമായിരിക്കും. കാരണം അറൗണ്ട് ഈ 1 ഇയറിനുള്ളിൽ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു 1200 കസ്റ്റമർ നമ്മുടെ അതായത് നമ്മളെ കോൺടാക്ട്സിലുണ്ട്. നമ്മൾ റെഗുലറായിട്ട് നമ്മളെ വന്ന് അപ്പോൾ ആ ഒക്കെ റിഫാദ് എന്നുള്ള പേരിലാണ് ഈ വോൾട്ടിഫൈ എന്നുള്ള പേരിനേക്കാൾ കൂടുതൽ റിഫാദ് എന്നുള്ള പേരിലാണ് അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. അതേപോലെ ഇപ്പം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളെടുത്ത കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാലോ, സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ആഴ്ചകളൊന്നുമല്ല, മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പലരും സർവീസിന് കൊടുക്കാണ്ട് വീട്ടിലിട്ടിരിക്കുക പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം സത്യം പറയുകയാണെങ്കിൽ തുറക്കുന്നത്. അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാ വണ്ടികളും സർവീസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? മെയിനായിട്ട് നമ്മൾ എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിയുടെയും ടെക്നിക്കൽ നമുക്കറിയാം. പക്ഷെ അവിടെ കൂടുതലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒല ആയിരിക്കും കൂടുതലും വരുന്നത് ഒലയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ സർവീസ് ഏറ്റവും കുറച്ച് കിട്ടുന്നതും പിന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ വണ്ടിയും ഒലയാണ്. അതുകൊണ്ട് തന്നെ ഒലയിൽ നമുക്ക് 100% എന്തുണ്ട് സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതായത് കമ്പനിയിൽ അതായത് ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡ് മുതൽ ഇനിയിപ്പോൾ മേജർ മോട്ടറാണോ അതല്ല ബാറ്ററി വർക്കാണോ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ് പ്ലസ് റിപ്പയർ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടർ റീവൈൻഡ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ബാറ്ററി ആയിട്ട് കമ്പനി പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ബാറ്ററി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മളിവിടെ എന്ന് വെച്ചാൽ ഓരോ സെല്ല് ഏതൊക്കെ സെല്ലാണ് വീക്ക് ആയതല്ല ഏതൊക്കെ സെല്ലാണ് മാറ്റുന്നത് അത് മാറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മേജർ ആയിട്ടുള്ള നമ്മളെ കയ്യിലെ ടെക്നോളജിയാണ് ബോർഡ് വർക്കുകൾ. ഇപ്പം ഇലക്ട്രിക് വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ബോർഡുകളുണ്ട്. ഇപ്പോൾ മോട്ടോർ കൺട്രോൾ യൂണിറ്റ്, VCU എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോർഡുകളൊക്കെ നമുക്ക് റിപ്പയർ സൊല്യൂഷൻ ഉണ്ട്. റീപ്ലേസ്മെന്റിന് അപ്പുറം നമ്മൾ റിപ്പയർ സൊല്യൂഷനും പിന്നെ അതുപോലെ തന്നെ റീഫർബിഷ്ഡ് സ്പെയർ പാർട്സും കൊടുക്കാനുള്ള ഒരു അതായത് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ചിലതൊക്കെ നമുക്ക് എല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഫർബിഷ്ഡ് ആയിട്ടുള്ള നമ്മളെ കയ്യിൽ തന്നെ സ്പെയർസ് ഉണ്ട്. മെയിനായിട്ട് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഓലയാണ് കൂടുതൽ വരുന്നത്. ഓല, ഏതർ, iQube, ചേതക് എല്ലാം നമ്മൾ ഇവിടെ വരുന്നത് കൂടുതലും. പിന്നെ നമ്മുടെ സ്റ്റാഫിലും കൂടുതലും ഒലയിലെ സ്റ്റാഫ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിഫാദ് ഒലയിലെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അതുപോലെ നമുക്ക് 2 സ്റ്റാഫ് കൂടി ഉണ്ട്. അവരും ഒലയിലുള്ളവർ തന്നെയാണ്. പിന്നെ വേറൊരു സ്റ്റാഫുണ്ട്. പിന്നെ iQubeൽ വർക്ക് ചെയ്ത സ്റ്റാഫുണ്ട്. അതേപോലെ നിങ്ങളിപ്പോൾ സർവീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുമ്പ് പല കസ്റ്റമേഴ്സിനുള്ള ഒരു അനുഭവം ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾ ഇത്ര കാശിന് നമ്മൾ അത് ചെയ്ത് കൊടുക്കും, ഇത് സർവീസിൻ്റെ കാര്യം ഞാൻ പറയാം, പലതും ചെയ്ത് കൊടുക്കും എന്ന് പറയും ഇത്ര എമൗണ്ടിന്. പക്ഷെ നമ്മൾ വണ്ടിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അല്ല അതിൻ്റെ ഇരട്ടിയിലും നിൽക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ 100% വ്യക്തമായ ഒരു മറുപടി. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സർവീസ് കോസ്റ്റ് ഒക്കെ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പറ്റുന്ന പോലെ ഒന്ന് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് പറയാൻ പറ്റുമോ? വ്യക്തമാക്കിയിട്ട് അതിന് വേറൊരു റീസൺ ഉണ്ട്. അതായത് നമ്മളിവിടെ ചെയ്യുന്നപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഇലക്ട്രിക് വണ്ടി വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 to 3 years ആവുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള നോളേജ് ഇല്ലാത്ത ആളുകളുണ്ട്. ഉപയോഗിക്കുന്ന ഒരു 70% കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമറെ നമുക്കിവിടെ ഒരു അഡ്വൈസർ ഉണ്ട്. എന്താണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്, ഇത് വരാനുള്ള റീസൺ എന്താണ്. ഇപ്പോൾ ഒരു ഒലയിലൊക്കെ വരുന്ന സമയത്ത് എല്ലാം
കംപ്ലൈൻറ്റുകളല്ല, പ്രോപ്പർ മെയിൻ്റെനൻസ് കൊടുക്കാഞ്ഞിട്ട് വരുന്ന കംപ്ലൈൻറ്റ്സുകളുണ്ട്. ഇപ്പോൾ ബ്രേക്ക് സ്റ്റക്കായി പോകുന്നപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു എല്ലാവർക്കും ഉണ്ടായൊരു അനുഭവമായിരിക്കും ബ്രേക്ക് സ്റ്റക്കായിട്ട് വണ്ടി ഓടാത്ത പ്രശ്നം. അത് ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ബ്രേക്ക് ഓയിൽ സമയത്തിന് എന്ത് ചെയ്തിട്ടാണ് റീപ്ലേസോ അല്ലെങ്കിൽ ടോപ്പപ്പോ ചെയ്യാനാണ്. അതുപോലെ നമ്മൾ കസ്റ്റമർ എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സർവീസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ ഇപ്പം ഇങ്ങനെ ഒരു ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയും സാർ ഇത് ഇന്ന കാരണം കൊണ്ട് ഇങ്ങനെ വന്നതാണ്, ഇത് ഇത്ര കോസ്റ്റ് വരുന്നുണ്ട്. ഈ കോസ്റ്റ് വരുന്നത് മാത്രം പോരാ, സാർ ഒരു ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കുക, ഇനി ഇത് വരാതിരിക്കാൻ സാർ എന്ത് ചെയ്യണം, ഈ ഓയിൽ ഇടയ്ക്ക് ടോപ്പപ്പ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടേ നമ്മൾ വണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ കോസ്റ്റിലേക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. കാരണം നമുക്കിവിടെ ഡെയിലി ഏകദേശം ഒരു ഏവറേജ് ഒരു 70-80 കോളൊക്കെ ഡെയിലി വരുന്നുണ്ട്. നമുക്ക് 3 ഫോൺ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രൈസ് ഇത് ചെയ്യോ അത് ചെയ്യോ പ്രൈസ്. അപ്പോൾ ഈ പ്രൈസിൽ ഇപ്പോൾ നമുക്ക് വെരി എക്സാമ്പിളായിട്ട് നമ്മൾ എക്സാക്റ്റ് അതായത് മാക്സിമം പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രശ്നത്തിൽ പറഞ്ഞിട്ട് മിനിമം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് മാക്സിമം വാങ്ങുന്നൊരു ഇഷ്യൂ നമ്മൾ മാക്സിമം പറയാം. അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക് പാഡ് മാറ്റാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനിയിലെ ഓൾമോസ്റ്റ് 2 ബ്രേക്ക് പാഡ് മാറ്റുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒലയുടെ മാത്രം പറയാം. ഞാൻ ഏകദേശം ഒരു വണ്ടിയുടെ പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ, ഒരു 2000 സംതിങ്, ഒരു 2000-ൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് ആ 2 ബ്രേക്ക് പാഡ് ഫ്രണ്ട് ബാക്ക് രണ്ടും കൂടി മാറ്റാൻ നമുക്കൊരു 700 രൂപയാണ് മാക്സിമം വരുന്നത് ബ്രേക്ക് പാഡ് മാറ്റാൻ. അതിൻ്റെ Gen 2 മോഡലിലേക്ക് വരുമ്പോൾ 600 വരുന്നുള്ളൂ. ഇതാണ് നമ്മളെ കോസ്റ്റ് ഡിഫറൻസ്. ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇപ്പോൾ മോട്ടർ. നമുക്കുള്ളൊരു വലിയ ടെക്നോളജിയാണ് മോട്ടർ. അപ്പോൾ നമ്മൾ അറിയാലോ ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്, ഇപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥാപനത്തിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളെ മോട്ടോർ ടെക്നോളജിയിൽ ഇപ്പോൾ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ അറൗണ്ട് 30,000 ഉണ്ട് ഒരു മോട്ടർ റീപ്ലേസ്മെൻറ്റ് സൊല്യൂഷൻ മാത്രമേ കമ്പനിയുള്ളൂ. നമുക്കത് റിപ്പയർ ചെയ്തിട്ട് അറൗണ്ട് ഒരു മാക്സിമം 10,000, നമ്മളൊരു 8,000 റേഞ്ചിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോക്ക് അബ്സർ, ഫ്രണ്ടിലെ ഷോക്ക് അബ്സർ ഒലയുടെ സംബന്ധിച്ചിടത്തൊരു വെറൈറ്റി ഷോക്ക് അബ്സറാണ്, ഒറ്റ ഷോക്കാണ് വരുന്നത്. അത് നമ്മളിവിടെ റീഫർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് 6,500 രൂപയാണ് അറൗണ്ട് കമ്പനിയിൽ ആ ഷോക്ക് അബ്സർ മാറ്റം വരുന്നത്. നമുക്കത് ബിലോ 2,000 അല്ലെങ്കിൽ ഒരു 2,500 കംപ്ലീറ്റ്, അതായത് ഷോക്ക്, അതിൻ്റെ കൂടെയുള്ള കോൺസെറ്റ് അതിൻ്റെ ആ കോൺസെറ്റ്, പിന്നെ അതുപോലെ ടോർക്ക് ലിങ്ക്, ബുഷ്, അങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് സസ്പെൻഷൻ സൊല്യൂഷൻ എന്നുള്ളത് നമുക്കൊരു 2,500 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ വരുന്നുള്ളൂ. 1,500 2000 അത് അങ്ങനെ റേഞ്ച് പറയുന്നത് എന്താ വെച്ചാൽ മാക്സിമം 2,500 നമുക്കത് പറയാലോ. ഓക്കെ, സാറ് വ്യൂവേഴ്സിന് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാക്സിമം പറയുകയാണ്, മാക്സിമം 2,500 ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് അവിടെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അവർ കൊണ്ടുവരുന്ന ഷോക്ക് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു 80% ഷോക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഓടിപ്പോയിട്ട് ട്യൂബൊക്കെ കംപ്ലൈൻറ്റ് ആയതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഷോക്ക് നമുക്ക് നന്നാക്കി എടുക്കാനില്ല. പക്ഷെ പകരം അവർക്ക് കൊടുക്കാൻ പറ്റിയ സെക്കൻഡ് ഹാൻഡ് ഷോക്കുകൾ, റീഫർബ് ചെയ്ത ഷോക്കുകൾ നമ്മൾ അവൈലബിൾ ആണ്. അങ്ങനെ വന്നാൽ നമുക്കൊരു 3,000-3,500 വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 4,000, അതായത് 6,500 വരുന്ന ഒരു സാധനം നമുക്ക് ഇത്രയും പ്രൈസ്. അതാണ് നമ്മളത് ഹാഫ് ഓർ ബിലോ ഹാഫ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനവും വിത്ത് ലേബറാണ്. നമ്മൾ ലേബറിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നൊന്നുമില്ല. ഇലക്ട്രിക്കൽ പാർട്സ് ഒക്കെ കമ്പനിയിൽ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ലേബർ വരുന്ന സമയത്ത് അത് ഡബിൾ ട്രിപ്പിളൊക്കെ ലേബർ വരുന്ന പല പ്രൊഡക്ട്സും ഉണ്ട്. പിന്നെ സാർ ചോദിച്ചാൽ അതുപോലെ പീരീഡ് എത്ര ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്, മെയിൻ്റെനൻസ് വർക്കൊക്കെ നമ്മൾ മാക്സിമം അറ്റ് ദ ഡേ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ വെയിറ്റിംഗ് ലോഞ്ച് ഇവിടെ ഉണ്ട്, സാറ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. ആ വെയിറ്റിംഗ് ലോഞ്ച് നമ്മൾ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രേക്ക് പാഡ് മാറ്റാൻ വരികയാണ്. ബ്രേക്ക് പാഡ് മാറ്റാൻ വരുന്നത് ഇവിടെ ഇപ്പോൾ 2 കസ്റ്റമർ ഉണ്ട്, 2 വണ്ടി പെൻഡിങ് ഉണ്ടെങ്കിൽ ആ കസ്റ്റമറിന് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു മാക്സിമം ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hourൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മെയിൻ്റെനൻസ് വർക്ക് മൊത്തം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ഫുൾ അറ്റ് ദ ഡേ നമ്മൾ ചെയ്തു കൊടുക്കും. അതിപ്പോൾ മെയിൻ്റെനൻസ് വർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ബെൽറ്റ് വരെയുള്ള വർക്കുകൾ, ബെൽറ്റ് വരെയുള്ള എല്ലാ വർക്കും, ബെൽറ്റ് ചേഞ്ച് വരെ നമ്മൾ ഡേ ടു ഡേ ചെയ്തു കൊടുക്കും. നമ്മൾ മേജർ വർക്കായിട്ട് കാണുന്നത് ഒന്ന് മോട്ടർ, അതുപോലെ ബാറ്ററി, MCU, ബോർഡ് വർക്കുകൾ, കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ കേബിൾസ്, പിന്നെ സസ്പെൻഷൻ, ഇത്രയും നമ്മൾ മെയിൻ വർക്കാക്കി കാണുള്ളൂ. അതിന് നമ്മൾ ഓരോന്നിനും ഓരോ സമയമാണ്. പക്ഷെ എന്നാലും മാക്സിമം 1 വീക്കാണ് ഇവിടെ വരാറ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ചില വണ്ടികളിലൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതായിരിക്കും, നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ റീസൺ നോക്കി പോകുന്ന സമയത്ത് വലിയ വലിയ മേജർ ഇഷ്യൂസുകൾ ഉണ്ടാവും. എക്സാക്ട് ആ ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്കൊരു 1 വീക്ക് വരെയാണ് നമ്മളെ മാക്സിമം കൊടുത്ത ടൈം. അത് ഈ മേജർ വർക്കിന് മാത്രം. അതിൽ തന്നെ സസ്പെൻഷൻ നമുക്ക് 3 ദിവസം, മാക്സിമം 3 ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും. ഈ മോട്ടർ, അതായത് സ്കൂട്ടർ ഇഷ്യൂ എന്നാണ് മെയിനായിട്ട് ഒലയിൽ പറയാം. ആ വണ്ടി നമുക്കൊരു 1 വീക്ക് കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ബാറ്ററി വർക്ക് ആണെങ്കിൽ ഒരു 10 days 15 days വരെയൊക്കെ പോകും. കാരണം ബാറ്ററി ഒക്കെ നമ്മൾ അത്രയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ്, ഒരു കംപ്ലീറ്റ് ചാർജ് നമ്മൾ ഓടിച്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് അഷ്യൂരിറ്റി കൊടുക്കണ്ടേ. പിന്നെ ബാറ്ററിയിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ഇവിടെ സെൽ റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നത്. ഏത് സെല്ലാണോ വീക്ക് ആ സെല്ല് നമ്മൾ റീപ്ലേസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അറൗണ്ട് ഒരു 200 സംതിങ് സെല്ലാണ് ഒരു ഒലയുടെ ബാറ്ററിയിൽ
വരുന്നത് ലിഥിയം. അപ്പോൾ ഒരു കസ്റ്റമർ വണ്ടിയിൽ ചിലപ്പോൾ ഒരു 30 സെല്ലോ 40 സെല്ലോ ആയിരിക്കും പോയത്. നമ്മൾ അത് റീപ്ലേസ് ചെയ്യും. അത് റീപ്ലേസ് ചെയ്യുന്നതിന് നമുക്ക് ആ ബാക്കി സെല്ലുകൾക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു ജനറൽ സർവീസ് പാക്കേജും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓലയാണ്. കാരണം ഓലയ്ക്ക് ജനറൽ സർവീസ് കമ്പനി കൊടുക്കുന്നില്ല. ഏതൊരു ഐക്യൂബിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത്. അവരൊരു 4000-5000 കിലോമീറ്ററിൽ ജനറൽ സർവീസ് പറയുന്നുണ്ട് കമ്പനി. അപ്പോൾ നമ്മളൊരു 4000-5000 കിലോമീറ്ററിലേക്ക് ഒരു ജനറൽ സർവീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ജനറൽ സർവീസിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക് പാഡ് നമ്മൾ എന്ത് ചെയ്യും, ഊരി ചെക്ക് ചെയ്തിട്ട് നമ്മളത് ക്ലീൻ ചെയ്തിടും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് വെച്ചിട്ട് പൊടിയും മണ്ണും കയറിയിട്ട് ഈ ഡിസ്ക് പ്ലേറ്റ് ഒക്കെ സ്ക്രാച്ച് ആവുന്ന പ്രശ്നങ്ങളും ബ്രേക്ക് പാഡ് അത്ര കിട്ടാത്തൊരു പ്രശ്നവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി ഒലയുടെ ബ്രേക്ക് പാഡ് കുറച്ച് കുറവാണ് കിട്ടുക കിലോമീറ്റർ. കാരണം എന്താ വെച്ചാൽ ഒന്ന് വളരെ ചെറിയ ബ്രേക്ക് പാഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് നമ്മൾ ഇന്ത്യൻ ടെക്നോളജിയിലല്ലായിരുന്നു അതിൻ്റെ ഫസ്റ്റ് മാനുഫാക്ചറിങ് നടന്നത്. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫിയിലുള്ള ആ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ ഒലക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് ബാക്കി വണ്ടി. പിന്നെ കമ്പാരിറ്റീവ്ലി EVക്ക് പൊതുവെ ഇങ്ങനത്തെ പാർട്സുകൾ, ടയർ, ബ്രേക്ക് പാഡൊക്കെ കുറവാണ് കിട്ടുന്നത്. ഇതൊന്നും കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്യാത്ത കസ്റ്റമർ അറിയാത്തത് കൊണ്ടും വരുന്ന മിസ്റ്റേക്കാണ്. എനിക്ക് ബ്രേക്ക് പാഡ് തീരെ കിട്ടിയില്ല. മുന്നേ ചിലപ്പോൾ പെട്രോൾ വണ്ടി ഉപയോഗിച്ച ആളായിരിക്കും. അപ്പോൾ നമ്മളതിൽ ഒന്ന് കൊടുക്കുന്നത് ബ്രേക്ക് പാഡിനുള്ള സർവീസുകൾ, അതായത് ബ്രേക്ക് കാലിബറിനുള്ള ഗ്രീസ്, പിന്നെ അതുപോലെ ബെയറിങ് നമ്മൾ ഊരിയിട്ട് ഗ്രീസ് ഇട്ട് കൊടുക്കുമ്പോൾ ചളി കയറിയിട്ട് ബെയറിങ് പോകുന്ന പ്രശ്നം വല്ല ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആക്ച്വലി അത് ബെയറിങ് ആ ചളി കയറിയ സമയത്ത് തന്നെ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഗ്രീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈഫ് കൂടുതൽ കിട്ടും. ആ പ്രശ്നം വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടി ലൈഫ് അധികം കിട്ടും. പിന്നെ അതുപോലെ ബെൽറ്റിന് അതുപോലെ തന്നെ പല വണ്ടികളും നമ്മൾ ഇങ്ങനെ സൗണ്ടിൽ ഓടുന്നത് കേൾക്കാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് കറക്റ്റ്, അതായത് 1 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ബെൽറ്റ് ലൂസാവുക, ബെൽറ്റിൻ്റെ ആ ഒരു വർക്ക് കറക്റ്റാണ് വരിക. അപ്പോൾ നമ്മൾ ബെൽറ്റ് സൈഡ് ഊരിയിട്ട്, അതായത് സൗണ്ടോ കാര്യം ഉണ്ടെങ്കിൽ അതിന് ബെൽറ്റിന് ടൈറ്റ് ആക്കാനുള്ള ടൈറ്റ് ആക്കുക, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതായത് ഇപ്പോൾ Gen 2ലേക്ക് വരുന്ന സമയത്ത് ഒലയുടെ Gen 2 എന്തില്ല, ബെൽറ്റിന് കവറില്ല. അതുകൊണ്ട് തന്നെ മണ്ണും പൊടിയും കയറിയിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെൽത്ത് കുറയുന്നത്. കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ലൈഫ് കുറയുന്നതാണ്. അപ്പോൾ അതിനൊരു പീരിയോഡിക് ക്ലീനിങ് വേണം. നമ്മളൊരു പെർഫെക്റ്റ് ക്ലീനിങ് കൊടുക്കും. പിന്നെ കസ്റ്റമറെ നമ്മൾ ഓക്കെ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി ഒന്ന് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു എഡ്യൂക്കേഷനും കൊടുക്കും. അതുപോലെ അപ്പോൾ ബെൽറ്റായി, ബ്രേക്ക് പാഡായി, ബെയറിംഗ് ആയി, പിന്നെ അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നോക്കുന്ന ആർക്കും വണ്ടിയിൽ കാണാൻ കഴിയില്ല. ബിക്കോസ് ഈ കോക്ക്പീറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഫ്രണ്ടിലെ ബോഡി ഊരി കഴിഞ്ഞാൽ അത് കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ത് ചെയ്യണം, നമ്മൾ അത് ടോപ്പപ്പ് ചെയ്യും. ഇനി അത് മാറ്റാനുള്ളതാണെങ്കിൽ മാറ്റും. പിന്നെ ഈ സർവീസിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ബ്രേക്ക് പാഡ്, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് 4000 കിലോമീറ്ററിൽ അത് എന്താണ് സർവീസിന് വന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പാഡ് ഊരുന്ന സമയത്ത് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് പറഞ്ഞത്, അത് നമ്മൾ സർവീസ് പാക്കേജിൽ വരുന്നതാണ്. തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്രേക്ക് പാഡ് ലേബർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ബ്രേക്ക് പാഡിൻ്റെ കോസ്റ്റേ വരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 350 രൂപയാണ് നമുക്ക് എന്തിന് വരുന്നത്, ബ്രേക്ക് പാഡ് മാറ്റാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ 150 എന്ത് ചെയ്യാം, ലേബർ കട്ട് ചെയ്തിട്ട് നമുക്ക് 200 രൂപക്ക് അവർ ചൂസ് ചെയ്യുന്ന ബ്രേക്ക് പാഡ് അനുസരിച്ചാണ്. 2 കമ്പനി വെക്കുന്നുണ്ട് നമ്മൾ, 200 അല്ലെങ്കിൽ ഏതാണ് ആ പ്രൈസ്. ഇപ്പോൾ ബെയറിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ ആ ഊരിൻ്റെ സമയത്ത് ബെയറിംഗ് മാറ്റണമെങ്കിൽ ബെയറിങ്ങിൻ്റെ ചാർജ് എന്താണോ അതേ വരുള്ളൂ, നമുക്ക് ലേബർ വരില്ല. ഓക്കെ, ഇതാണ് നമ്മളൊരു സർവീസ് പാക്കേജ്. നമ്മൾ ഇതിലേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനിയിലില്ലാത്തൊരു സർവീസ് നിങ്ങൾ എന്തിന് കൊടുക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, ഞങ്ങൾ അറൗണ്ട് 1 year ആയിട്ട് ഇത് റൺ ചെയ്താണ്. ഒരു 90% ഓഫ് ഞങ്ങൾ ഓല മാത്രമാണ് എടുത്തിരുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് വന്ന വണ്ടിയും അതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടത് ഒരു 35,000-40,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് നമുക്ക് വരുന്നത്. 2 കാര്യമാണ്. ഒന്ന് വാറണ്ടി കഴിഞ്ഞ വണ്ടിയായിട്ടാണ്. 2 ഈ ഓല വണ്ടികൾ ഒരുവിധം സ്പെയർ പാർട്സിൻ്റെ ഒക്കെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കിലോമീറ്റർ ആകുമ്പോൾ എന്ത് മെയിൻ്റെനൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഏകദേശം 35,000 കിലോമീറ്റർ വരെയൊക്കെ എല്ലാ വണ്ടിയും ഓടും. അങ്ങനെ ഓടിയിട്ട് അപ്പോൾ മെയിൻ്റെനൻസ് കൊടുക്കാതെ 0 മെയിൻ്റെനൻസിൽ ഓടിയ വണ്ടികളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്കിൻ്റെ ഒക്കെ ഫുൾ സിസ്റ്റം, അതായത് കാലിബർ, MC അസംബ്ലി എല്ലാം പോയിട്ടാണ് വണ്ടി വരുന്നത്. ഡിസ്ക് പ്ലേറ്റ് അങ്ങനെ വരുന്നതിൻ്റെ റീസൺ ആക്ച്വലി ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന് മാനുഫാക്ചറിങ് ക്വാളിറ്റി ഇല്ലായിട്ടല്ല, ഈ മെയിൻ്റെനൻസ് കൊടുക്കായിട്ടാണ്. അപ്പോൾ ഈ മെയിൻ്റെനൻസിന് അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പ്രൊഡക്ട്സൊക്കെ നല്ല കോസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ആ കോസ്റ്റ് കസ്റ്റമർ അഫോർഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത് കൊണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പാക്കേജിലേക്ക് എത്തിയത്. അതായത് നമ്മളെടുത്ത് വന്ന് മെയിൻ്റെനൻസ് വർക്ക്, അതായത് ജനറൽ സർവീസ് എടുത്തെന്ന് വെച്ചാൽ നാളെ മുതൽ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരില്ല എന്നല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 70% വരെ പല കംപ്ലയിൻറ്റുകളും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കതിനെക്കുറിച്ച് ധാരണ കിട്ടും.
പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി വണ്ടിയുടെ ട്രാക്ക് മനസ്സിലാവും. ഇവിടെ അത്യാവശ്യം വെയിൽ, നമുക്ക് അങ്ങോട്ട് നിന്നാലോ? നമുക്ക് അവിടെ. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിൻ്റെയും മറ്റേ സർവീസ് ചാർജ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ബാറ്ററീനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബാറ്ററീനെ പറ്റി പറഞ്ഞു, പക്ഷേ ബാറ്ററിക്ക് ഏകദേശം എത്ര റേറ്റ് ആവും? ഓക്കെ, സെല്ല് റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ അതൊക്കെ കുറച്ചും കൂടി ഇങ്ങോട്ട്. അത് നമുക്ക് ബാറ്ററിയിലേക്ക് വരുമ്പോൾ അതായത് അറൗണ്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ 200 സംതിങ് സെല്ലാണ് നമ്മളെ ഓലയുടെ ബാറ്ററിയിൽ വരുന്നത്. അപ്പോൾ ഒരു 20% അല്ലെങ്കിൽ ഒരു 30% സെല്ല് വരെ മാറ്റിയാലേ നമുക്ക് എന്താ, അതായത് അതിൻ്റെ താഴെയുള്ളത് മാറ്റുന്നതിലേ നമുക്ക് ലാഭമുള്ളൂ. ഒരു എബോവ് 30% സെല്ലൊക്കെ പോയതുണ്ടെങ്കിൽ നമ്മളത് മാറ്റുന്നതിൽ കോസ്റ്റ് ഏകദേശം എത്തും. അപ്പോൾ ഞാൻ ഒരു എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എത്ര സെല്ലാണ് പോയത് അതനുസരിച്ചായിരിക്കും. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന ബാറ്ററി അറൗണ്ട് ഒരു 25,000 താഴെ ആണെങ്കിൽ നമ്മൾ ബാറ്ററി ചെയ്ത് കൊടുക്കുക. അവരെ കോസ്റ്റ്, അതായത് ഫൈനൽ പ്രൈസ് കസ്റ്റമറിന് വരുന്നത് 25,000 രൂപയുടെ താഴെ വരുന്ന രീതിയിലുള്ള, അതായത് ഇപ്പോൾ ഓരോ കസ്റ്റമറി സെല്ല് വ്യത്യാസം, അപ്പോൾ 15 സെല്ല് പോയതുണ്ട്, 18 പോയത്. പക്ഷെ എന്നാലും ഒരു ടോട്ടൽ കോസ്റ്റ് നമ്മൾ കൂട്ടി കഴിഞ്ഞിട്ട് ഒരു 25,000 താഴെ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ചെയ്തു കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറ് ഒന്നെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഞങ്ങൾ തന്നെ റീഫർബ് കംപ്ലീറ്റ് എന്ത് കൊടുക്കുന്നുണ്ട്, ബാറ്ററി കൊടുക്കുന്നുണ്ട്, അത് വാങ്ങാം. അല്ലെങ്കിൽ കമ്പനി പോയിട്ട് തന്നെ പുതിയത് വാങ്ങാം. ബിക്കോസ് വാറണ്ടി മാറ്റർ അവിടെ വരികയാണ്. അതായത് ഇപ്പോൾ കമ്പനി ഫ്രഷ് ബാറ്ററിക്ക് 58,000 അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പോൾ 58,000 25,000 വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മളത് ഒരു കുറച്ചുകൂടിയൊക്കെ സെല്ല് പോയത് ഒരു 35,000 ഒക്കെ കോസ്റ്റ് വരുന്നത്. നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെല്ല് എന്നുള്ളതാണ്. അങ്ങനെ വരുന്നൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഈ 35,000 50,000 ഡിഫറൻസിൽ വെച്ചാൽ ഉണ്ട്. ബട്ട് ഈ വാറണ്ടി മാറ്റർ വരുന്നുണ്ട് അവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഹാഫ് ഓഫ് ദ സെല്ല് മാറ്റിയിട്ട് ബാക്കി ഹാഫിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് നല്ലത് എന്താണ്, കംപ്ലീറ്റ് സെല്ല് റീപ്ലേസ് ചെയ്ത ഒരു റീഫർബ് ബാറ്ററിയോ അല്ലെങ്കിൽ കമ്പനി പോയിട്ട് ഒരു ഒറിജിനൽ ബാറ്ററിയോ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും, നമുക്ക് ഒരു വാറണ്ടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്തുണ്ട് കംപ്ലീറ്റ് സെല്ല് മാറ്റിയിട്ടുള്ള ഇതുണ്ട്, അതിന് നമുക്ക് വാറണ്ടി അടക്കം കൊടുക്കും. അപ്പോൾ നമ്മൾ അവരുടെ ബാറ്ററി തന്നെ എടുത്തിട്ട് അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ഒരു കോസ്റ്റ് 25,000 അതിൻ്റെ താഴെയുള്ളത് നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ബാറ്ററിയിൽ ഡീപ്പ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞൊരു വരാറുണ്ട്. അത് നമുക്ക് സെല്ലൊന്നും മാറണം. ഡീപ്പ് ഡിസ്ചാർജ് നമുക്ക് അതൊരു 10,000 ബിലോ വരുന്നുള്ളൂ. ഡീപ്പ് ഡിസ്ചാർജ് മാറ്റി നമ്മളെ ഇത് ഹെൽത്തി ആക്കി കൊടുക്കുന്നുണ്ട്, നമുക്കൊരു 10,000 ബിലോ. നിങ്ങളിപ്പോൾ ഒരു 58,000 രൂപയുടെ കാര്യം പറഞ്ഞില്ല ബാറ്ററി, അത് എത്ര കിലോ വാട്ട് അവർ ബാറ്ററിൻ്റെ കാര്യമാണത്? അത് 4 കിലോ വാട്ടിൻ്റെ നമ്മളെ S1 പ്രോയിൽ വരുന്നതുണ്ടല്ലോ അത്. അതേപോലെ തന്നെ ഈ വെയർ ആൻഡ് ടയർ ഒക്കെ നിങ്ങൾ സർവീസ് ചെയ്യുമ്പം വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ മോട്ടോറും ബാറ്ററി അതേപോലെ MCU ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ. ഇതെല്ലാം നിങ്ങൾ വാറണ്ടി പീരീഡ് ഉള്ള വണ്ടിക്ക് നിങ്ങളിവിടെ അത് അഴിച്ച് പടിയുമ്പം ഈ കസ്റ്റമർക്ക് അതിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുമോ, കമ്പനി വാറണ്ടി നഷ്ടപ്പെടുമോ? ബേസിക്കായിട്ട് നമ്മളിവിടെ വാറണ്ടി വണ്ടികൾ വരാറ് കുറവാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാറ് നമ്മളതിന് കിലോമീറ്റർ നോക്കിയിട്ട് വാറണ്ടി ഉള്ളതാണെങ്കിൽ, ചില കസ്റ്റമറിന് എത്ര കിലോമീറ്റർ വാറണ്ടി ഉള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. പക്ഷെ നമുക്ക് ഏകദേശം അറിയാം 40,000 കിലോമീറ്റർ ഉള്ളതും 60,000 കിലോമീറ്റർ ഉള്ളതൊക്കെ ആ ഒരു ഇറങ്ങിയ പീരീഡ് അനുസരിച്ചാണ് നമ്മളത്. ഇപ്പോൾ ബാറ്ററി മോട്ടർ ഇങ്ങനത്തെ വർക്കുകളാണെങ്കിൽ നമ്മൾ ആദ്യം കസ്റ്റമറോട് സജസ്റ്റ് ചെയ്യും. കമ്പനിയിൽ നിന്നാണ് വരുന്നതെന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും. രണ്ട്, നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴാണെങ്കിൽ വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ മേജർ വർക്കാണെങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കും, ഏത് ഇങ്ങനെ നിങ്ങൾ വാറണ്ടി ഉള്ള വണ്ടിയാണോ. നമുക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പറയുകയും ചെയ്യും. അവർ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കിലോമീറ്റർ ആണോ. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്, ഒരു 2 കിലോമീറ്റർ സർവീസ് സെൻ്റർ. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, നിങ്ങൾ അവിടെ പോയി നോക്കൂ, കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ചെയ്യാം. പിന്നെ കമ്പനിയുടെ വാറണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളത് ഒന്നാമത് ഒലക്കൊരു എക്സാക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കറക്റ്റ് സർവീസ് കൊടുക്കാത്തതുകൊണ്ട് അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കത് അത്ര എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. കസ്റ്റമർ ഭാഗത്തുനിന്ന് ഫുള്ളി എന്താണ്, ഓക്കെ നിങ്ങൾ പണിയെടുത്തോളൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇതുവരെ അങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. ഇത് കാരണം വാറണ്ടി കിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അതേപോലെ ആക്സിഡന്റ് കേസ് നിങ്ങൾ എടുക്കുമോ? ആക്സിഡന്റ് കേസ് എടുക്കും. നമ്മൾ ആക്സിഡന്റ് കേസുകൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ, പല വണ്ടികൾക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് കേസ് വരുമ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? എക്സാക്ട്ലി അതാണ് നമ്മളെ സ്ട്രെങ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു 1 ഇയർ ആയിട്ട്, ഇപ്പോൾ ഇന്ന് തുടങ്ങി എന്നുള്ളതല്ല, 1 ഇയർ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട്. നമ്മൾ ആ 1 ഇയറിൽ ആക്ച്വലി നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കുകയല്ലായിരുന്നു. ബിക്കോസ് നമ്മളെ കോ ഫൗണ്ടർ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ ഓലയിലും EV-യിൽ വർക്ക് ചെയ്ത ആളുകളാണ്. ടെക്നിക്കൽ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമ്മൾ 1 ഇയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കൊളാബറേഷൻസ് ഒക്കെ നോക്കി, അതായത് കമ്പനിയിൽ നിന്ന് കൊളാബ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമെന്നൊക്കെ നോക്കി. അതൊന്നും നടന്നില്ല. ബിക്കോസ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നില്ല കൗണ്ടർ സെയിൽ. 70% സാധനങ്ങളും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിലെ അവൈലബിലിറ്റി
ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ എത്തിച്ചു. ബാക്കി 30% നമ്മൾ മാനുഫാക്ചർ ചെയ്തു, നമുക്ക് അവൈലബിൾ ആണ്. മാനുഫാക്ചർ ഇപ്പോൾ നമ്മളടുത്ത് മാത്രമുള്ള സ്പെയർ പാർട്സുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ വയറിങ്സുകളൊക്കെ വരുന്നത് നമ്മളടുത്ത് മാത്രം, അത് കമ്പനി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് മാത്രം. അതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ആയിട്ടും അങ്ങനെ പോകുന്നതൊക്കെ വേറെ. പക്ഷേ ഏത് സമയം ചോദിച്ചു കഴിഞ്ഞാലും തരണം. ബിക്കോസ് നമ്മളിതൊരു ബിസിനസ്, ലോങ് ടൈം ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 100 പീസോ 200 പീസോ അതല്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തരാൻ പറ്റും. ബിക്കോസ് ഞങ്ങളത് മാനുഫാക്ചർ ചെയ്ത് എത്തിച്ചതാണ്. ഓക്കെ, അതാണ് നമ്മളെ മെയിൻ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ഒരു ആക്സിഡൻറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബോഡി പാർട്സിലേക്ക് വരികയാണെങ്കിൽ, ബോഡി പാർട്സ് നമ്മളടുത്ത് സെക്കൻഡ്സ് എടുത്തിട്ട് നമ്മൾ റീഫർബ് ചെയ്ത് വെച്ച പീസുകളുണ്ട്, നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച അപ്പോൾ വണ്ടി കസ്റ്റമറെ വണ്ടി ഏതാണ് നമുക്ക് അതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് തന്നെ ടോട്ടൽ ലോസ് വെഹിക്കിൾസ്, പിന്നെ അതേമാതിരി ഇൻഷുറൻസ്, ഫിനാൻസ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് സ്പെയർസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു എൻക്വയറി സ്ഥിരമായിട്ട് വരുന്നത് ദൂരമുള്ള ആളുകൾ. നമ്മളിപ്പോൾ കാലിക്കറ്റിലാണ്, ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇലക്ട്രിക് വണ്ടികളുണ്ട്. അവിടെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടാത്ത ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളടുത്ത് കംപ്ലീറ്റ് ആക്സസറി, ഒലയുടെ കംപ്ലീറ്റ് ആക്സസറി, ഓലയുടെ കംപ്ലീറ്റ് സ്പെയർ പാർട്സും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 70% സ്പെയർ പാർട്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ റിപ്പയർ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പാർസൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മളെ വാട്സപ്പ് നമ്പറിൽ, നമ്മളെ ബിസിനസ് വാട്സപ്പിൽ കാറ്റലോഗിൽ അവൈലബിൾ ആണ്, അതിൻ്റെ അകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ബെൽറ്റൊക്കെ കുടുങ്ങിയ വണ്ടികളൊക്കെ ഉണ്ടാവും, അവിടെ നിന്നായിരിക്കും പൊട്ടിയത്. ഇപ്പോൾ ഒരു കൊയിലാണ്ടിയിൽ നിന്ന് പൊട്ടിയ വണ്ടിയാണെങ്കിൽ അവർക്ക് ഇവിടെ വരെ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടുന്ന് ബെൽറ്റ് ഇട്ട് കൊടുത്ത് അവിടുന്ന് പണിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളടുത്ത് ഓലയുടെ സെയിം ക്വാളിറ്റി ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ബെൽറ്റ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് മാത്രം വരുന്ന സ്പെയർ പാർട്സുകളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു 70% സ്പെയർ പാർട്സും ആക്സസറീസും നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ ബൈ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബ്രോ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. എന്നാൽ ശരി, ബൈ. ഓക്കെ, താങ്ക് യു.